ഇന്ത്യ ടുഡേയുടെ പുതിയ സർവേ നരേന്ദ്രമോദിയോട് ഇഞ്ചോടിഞ്ചടുക്കുന്ന രാഹുൽ ഗാന്ധി, പ്രധാനമന്ത്രി പദത്തിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ആരെയാണ് തുടങ്ങിയ വളരെ ക്രിട്ടിക്കൽ ചോദ്യങ്ങളാണ് ഇന്ത്യ ടുഡേയുടെ സർവേ കൊണ്ടുവരുന്നത്. നമസ്കാരം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞ 10 വർഷത്തിലേറെയായി അതിശക്തമായി നിൽക്കുന്ന വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ പ്രഭാവം, ലോക രാജ്യങ്ങളിലുള്ള സ്വാധീനം, എല്ലായിടത്തും എത്താനുള്ള കഴിവ്, എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ പ്രധാനമന്ത്രി പദത്തിന് വേറൊരാൾ ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് ശശി തരൂറിനെയൊക്കെ പലരും അവിടെ പിച്ച് ചെയ്യുകയുണ്ടായി. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിലല്ല ശശി തരൂർ വലിയ രീതിയിൽ നാഷണൽ, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ അത്ര പ്രൊജക്ട് ചെയ്യപ്പെട്ടില്ല എന്ന് നമുക്കറിയാം. എന്നാൽ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റായി മത്സരിച്ചപ്പോൾ വലിയൊരു ഓളം ഉണ്ടായി. അപ്പോൾ നരേന്ദ്രമോദിക്ക് വെർച്വലി നരേന്ദ്രമോദിയുടെ ലീഗിൽ ആരുമില്ലായിരുന്നു. ശശി തരൂർ അടക്കം ഒരുപാട് പേർ അദ്ദേഹത്തിന് വെല്ലുവിളി ഉയർത്തുന്നതായി പലരും സൂചിപ്പിച്ചെങ്കിലും ആ ലീഗിലേക്ക് എത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ത്യ ടുഡേയുടെ ഏറ്റവും പുതിയ സർവേയിൽ കാണിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ പ്രൈം മിനിസ്റ്റർ ആകാനുള്ള പെർസെൻറ്റേജിൽ 6% ഡിപ്പ് വരികയും ഏകദേശം 9% പെർസെൻറ്റേജ് പോയിന്റ് രാഹുൽ ഗാന്ധിക്ക് കൂടുകയും ചെയ്തു എന്നാണ്. ഇനിയും ഒരുപാട് ദൂരം അദ്ദേഹം മുമ്പോട്ട് പോകാറുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ ടുഡേയുടെ കണക്കുകൾ പ്രകാരം 49.1% ആൾക്കാരാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി പ്രിഫർ ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി ഏകദേശം 22.4, ഏകദേശം അദ്ദേഹത്തിന്റെ പകുതിയാണ് ഇപ്പോഴും എത്തുന്നത്. അതുപോലും ഒരു അച്ചീവ്മെന്റ് ആണ്. ഇന്ത്യ ടുഡേ പോലെ നോർത്ത് ഇന്ത്യ കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന അവിടുത്തെ ഒരു ഇതിലായിരിക്കണം. സൗത്ത് ഇന്ത്യയിൽ വന്നാൽ കുറെ കൂടെ ക്ലോസ് ആയിരിക്കും ആ ഗ്യാപ്പ്. പക്ഷേ രാഹുൽ ഗാന്ധി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്രാഫ് കുറയുന്നു എന്നും രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് വളരെയധികം ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ. രണ്ട്, നരേന്ദ്രമോദി ഇനി പാർട്ടി താല്പര്യങ്ങളില്ലാതെ റിഗാർഡ്ലെസ് ഓഫ് പാർട്ടി അഫിലിയേഷൻ ആരാണ് ഏറ്റവും സ്യൂട്ടഡ് ടു ബിക്കം പ്രൈം മിനിസ്റ്റർ ആഫ്റ്റർ നരേന്ദ്രമോദി എന്ന് പറഞ്ഞപ്പോൾ 28.6% ആൾക്കാർ അത് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്. പാർട്ടിക്ക് അതീതമായി നരേന്ദ്രമോദിക്ക് ശേഷം ആരാണ് പ്രധാനമന്ത്രി? മുമ്പൊക്കെ അമിത്ഷാ എന്ന് വന്നിരുന്നു, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് എന്ന് വന്നിരുന്നു. പക്ഷെ അവരെ എല്ലാം പിന്തള്ളി, നിതിൻ ഗഡ്കരിയെ പിന്തള്ളി രാഹുൽ ഗാന്ധിയാണ്. ആ നിഷ്പക്ഷ സ്പേസിൽ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് വളരെയധികം ഉയരുന്നത് കാണാം. രാഹുൽ ഗാന്ധി എല്ലാ സ്ഥലത്തിലേക്കും ഓടിയെത്തുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രൊഫൈൽ കൂടുന്നു. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾക്ക് മൂർച്ചയുണ്ട്, നിലപാടുകൾക്ക് ശക്തിയും സത്യസന്ധതയും ഉണ്ട്. ആ രീതിയിൽ രാഹുൽ ഗാന്ധി, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ലോകസഭയുടെ സ്പീച്ചിന് ശേഷം അദ്ദേഹത്തിന്റെ ഗ്രാഫ് നമുക്ക് ഉയരുന്നതായി കാണാം. ഈ മൊമെന്റം കാത്തു സൂക്ഷിക്കാനാവുമോ എന്നറിയില്ല. എന്നിരുന്നാലും ഇന്ത്യ ടുഡേയുടെ ഏറ്റവും അടുത്ത സർവേയിൽ നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു എന്ന ഫീല്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ഒരു കുതിപ്പും നരേന്ദ്രമോദിജിയുടെ ചെറുതായിട്ടൊരു കിതപ്പും ഇന്ത്യ ടുഡേ അടക്കമുള്ള നോർത്ത് ഇന്ത്യയിൽ പ്രോമിനന്റ് ആയ മാധ്യമങ്ങൾ കോട്ട് ചെയ്യുന്നു എന്ന വസ്തുത നമുക്ക് മറക്കാൻ കഴിയില്ല. ഈ മൊമെന്റം 2029 വരെ പോകുമ്പോൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്നാലും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയൊരു താരോദയം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.